നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് കുറേശ്ശെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നല്ല വാല്യുവേഷനിൽ കിട്ടുന്ന ഏതാനും ETF-കളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ETF-ഉം അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടൊരു കോപ്പി തന്നെയാണ്. കുറേ ബെനിഫിറ്റ്സ് ETF-ൽ നമുക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ETF-ൽ. അപ്പോൾ അതിനുവേണ്ടി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഏഞ്ചൽ മണിൻ്റെയും സെറോദയുടെയൊക്കെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കി ഈ ഒരു അവസരം വിനിയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒന്നാമത്തെ ETF എന്ന് പറയുന്നത് ITBs ആണ്. ഞാനിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 35 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേയും ഞാൻ ഈ ITBസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല ഒരു ടെക്നോളജി സെക്ടർ, ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള വലിയ സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന ഒരു ETF ആണ് ഇത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, HCL, വിപ്രോ, പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞ് ഇത്രയും കമ്പനീസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇൻഫോസിസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ETF ആണ്. ഇപ്പോൾ കറൻ്റ്ലി നല്ലൊരു കറക്ഷനിലാണ് കിട്ടുന്നത്. ഇത് നമുക്ക് 1 ഇയറിൽ നമുക്ക് 1 ഇയർ ഹൈ എന്ന് പറയുന്നത് 41 രൂപ 50 പൈസ വരെ പോയിട്ടുണ്ട്. അപ്പം ഈ 41 രൂപ 50 പൈസ എന്ന ലെവലിൽ നിന്ന് ഇപ്പോൾ നമുക്ക് 35 രൂപ സംതിങ്ങിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കറക്ഷനിലാണ് കിട്ടുന്നത്, നല്ലൊരു വാല്യുവേഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ITBs എന്ന ETF കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഒരു വാല്യൂ ബൈയിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് എൻട്രി എടുത്ത ഉടനെ തന്നെ മുകളിലേക്ക് പോകുക എന്നുള്ളതല്ല. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് എൻട്രി എടുക്കുന്ന സമയത്ത് ഇത് നല്ലൊരു എൻട്രി ആകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇൻഫോസിസിനെയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെ ഓപ്പൺ ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫോസിസ്, TCS ഒക്കെയാണ് ഈ ITBസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് ഇത്രയും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ITBs ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നത്. അപ്പോൾ ഇൻഫോസിസും TCS ഇങ്ങനെയുള്ള കമ്പനീസ് മുമ്പോട്ട് പെർഫോം ചെയ്യുമ്പോൾ ITBs തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇൻഫോസിസ് പോലെയുള്ള സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നല്ലൊരു വാല്യൂ ബൈയിങ് ആയിട്ട് നമുക്ക് വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു സ്റ്റോക്ക് ആണെങ്കിലും നമുക്ക് 2022 കാലയളവിൽ 2000 അടുത്ത് തന്നെ ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പം 1400-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉറപ്പായിട്ട് വളരും എന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഒന്നാമത് നിൽക്കുന്നതുകൊണ്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊരു ക്വാളിറ്റി ഉള്ള സ്റ്റോക്കിൽ ഒരു നല്ലൊരു വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് TCS ഇങ്ങനെ. ഇനി നമ്മൾ പറയുന്ന രണ്ടാമത്തെ ഒരു ETF ആണ് PSU ബാങ്ക് ബീസ്. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് നിപ്പോൺ ഇന്ത്യയുടെ PSU ബാങ്ക് ബീസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കമ്പനികളുടെ PSU ബാങ്ക് ബീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും വരുന്നത് നമുക്ക് പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകളാണ് വരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ 33% ഇതിൻ്റെ അകത്ത് SBIയുടെ ഷെയറാണ് വരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ, PNB, യൂണിയൻ ബാങ്ക്, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള IOB, സെൻട്രൽ ബാങ്ക്, UCO ബാങ്ക്, PSB. ഇത്രയും ബാങ്കുകളാണ് ഈ ഒരു PSU ബാങ്ക് ബീസിൻ്റെ അകത്ത് ഈ ഒരു നിപ്പോൺ ഇന്ത്യയുടെ ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു ചാർട്ടാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1 ഇയറിൽ 76% റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ ആയിട്ട് നമുക്ക് 85 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 79-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10% അടുത്തൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഇത് കണ്ടോ, ചെറിയ ഡിപ്പ് ഉണ്ടാക്കിയാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കറക്ഷനിൽ, ഇങ്ങനെയുള്ള ഡിപ്പിൽ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതും ഒരു വാല്യൂ ബൈയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. ഒരിക്കലും ഇതൊരു ബൈയിങ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു റെഫറൻസ് എന്ന രീതിയിൽ ബാക്കിയുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്, കുറേശ്ശെ എമൗണ്ടുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ കറക്ഷനിൽ നല്ല വാല്യുവേഷനിൽ കിട്ടുന്ന ETF പതുക്കെ ആഡ് ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.